بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഹാജിമാർ പരിശുദ്ധമായ കാബയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അതിഥികളായി ഇപ്രാവശ്യം ഹജ്ജ് കർമ്മത്തിന് പോകുന്ന മുഴുവൻ ആളുകൾക്കും മഖബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൻ്റെ സഫലീകരണമാണ്. അത് പൂർണ്ണ നിർവൃതിയോടുകൂടി നിർവഹിക്കുവാൻ അള്ളാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജെന്ന് പറയുന്ന കർമ്മം, ആ കർമ്മത്തിൽ ഇസ്ലാമിൽ അതിനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, ഷഹാദത്ത് പോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള സാമ്പത്തികമുണ്ട് എങ്കിൽ, അതിനുള്ള ആരോഗ്യമുണ്ട് എങ്കിൽ, സഹോദരിമാരാണെങ്കിൽ അവർക്ക് കൂടെ പോകാൻ ഒരു മെഹറമുണ്ട് എങ്കിൽ അവരുടെ മേൽ നിർബന്ധമുള്ള ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ചില ആളുകളെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാത്ത മനുഷ്യരുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായി കൊണ്ട് ഹജ്ജിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. രണ്ടാമത്തേത് അസ്സലാ വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സക്കാ വൽ ഹജ്ജ് വ സൗമു റമളാൻ. ആ 5 കാര്യങ്ങളിൽ ഒന്നാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുകയും അത് നിർവഹിക്കുന്നതിന് വേണ്ടി തർത്തീബായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മിനിമം
അത് ആഗ്രഹമുള്ള സത്യസന്ധമായ ആഗ്രഹമുള്ള മനസ്സോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി ഗൗരവത്തോടു കൂടി പറയുന്ന ഒരുപാട് വാചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധമായ കഅബ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഭൂമി ലോകത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ പരിശുദ്ധമായ കഅബയുടെ നിർമ്മാണത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുകയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നീ ആളുകളെ വിളിക്കണം, എല്ലാവരെയും വിളിക്കണം, നീ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ കാരണം? ചുറ്റുള്ളത് ഇണയും മകനും കുറച്ച് ആളുകളും മാത്രമേ ഉള്ളത്. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യം? അള്ളാഹുവിന്റെ പ്രഖ്യാപനം, ഇബ്രാഹിം നീ അത് പ്രഖ്യാപിക്കുക. ശേഷം അള്ളാഹു പറയുന്നുണ്ട്, ആളുകൾ കടന്നു വരും. മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് പല വഴികളിലൂടെ ഏറ്റവും ദീർഘമുള്ള സ്ഥലങ്ങളിൽ നിന്നും എവിടെ നിന്നാണെങ്കിലും ശരി ആളുകൾ ഇങ്ങനെ ഒഴുകി വരും. നീ വിളിച്ചാൽ മാത്രം മതി. ആ പ്രഖ്യാപനത്തിന് ഉത്തരമാണ് ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മനുഷ്യന്മാർ. മുസ്ലിം സമൂഹം എവിടെയെല്ലാം ഉണ്ടോ അവിടെ നിന്നുമെല്ലാം ആളുകൾ ഈ പരിശുദ്ധമായ ഗേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി വരുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധ്യമാണ്. അതുകൊണ്ട് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. 5-10 ലക്ഷം റുപ്യ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളവൻ മാത്രം ആഗ്രഹിക്കേണ്ടതല്ല. എല്ലാവരും അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചെറിയ ചെറിയ സമ്പാദ്യങ്ങളെ മാറ്റിവെക്കുകയും അത് നിർവഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ജിഹാദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമമായ ആരാധന കർമ്മം ഏതാണെന്ന ചോദ്യം, അൽ ഈമാനു ബില്ലാഹി വറസൂലി ഖീൽ സുമ്മ മാദാ, പിന്നെ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നുണ്ട് അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്. ജീവൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കാൻ തയ്യാറായി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ എന്താണെന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി ഹജ്ജുൻ മബ്റൂർ, ഏറ്റവും മബ്റൂറായ പുണ്യകരമായ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് ജിഹാദ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി എണ്ണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ഹദീസ് കൂടി നിന്നോട് ചേർത്തുകൊണ്ട് വായിക്കുക. ആയിഷ ബീവി പ്രവാചകനോട് ചോദിക്കുന്നു, പ്രവാചകരെ അലാ നഖ്റുജു ഫനുജാഹിദുക മഅക, താങ്കളുടെ കൂടെ ജിഹാദിന് പുറപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, യുദ്ധത്തിന് പുറപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? ആ യുദ്ധത്തിന് പുറപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിൽ ഷഹീദായാൽ ഞങ്ങൾക്ക് സ്വർഗമാണ്. അതുകൊണ്ട് ആ സ്വർഗം ലഭ്യമാകണം എന്നുള്ള ആഗ്രഹത്താൽ ആയിഷ ബീവി പറയുന്നു പ്രവാചകനോട്, പ്രവാചകരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും പറയാണ് ആയിഷ ബീവി, ഫഇന്നി ലാ അറാ അമലൻ ഫിൽ ഖുർആനി അഫ്ളല മിനൽ ജിഹാദ്, ഖുർആനിൽ എവിടെയും ജിഹാദിനേക്കാൾ മഹത്തരമായ ഒരു കർമ്മവും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ റസൂൽ പറഞ്ഞെടുത്തു, ലാ വലകുന്ന അഹ്സനുൽ ജിഹാദി വഅജ്മലുഹു, നിങ്ങൾക്ക് ഏറ്റവും നല്ലതും സുന്ദരകരവുമായ കാര്യമെന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? ഹജ്ജുൽ ബൈത്ത് ഹജ്ജുൻ മബ്റൂർ. ജിഹാദ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാനുള്ള ജിഹാദ് എന്ന് പറയുന്നത് മബ്റൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. മബ്റൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ്. ആയിഷ ബീവി പിന്നീട് ഒരിക്കൽ പോലും ഹജ്ജ് കർമ്മം ചെയ്യാതിരുന്നിട്ടില്ല എന്നുകൂടി നമുക്ക് വായിക്കാൻ സാധ്യമാകുന്നുണ്ട്. ഇത് സഹോദരിമാരോട് പ്രത്യേകം പറഞ്ഞതാണ്. നിങ്ങൾക്ക് ജിഹാദിനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത്, ജിഹാദിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല എന്നുള്ളത് കൊണ്ട് അതിന് പകരമായി നിങ്ങൾക്ക് ആ പ്രതിഫലം നേടാൻ പറ്റുന്ന ഒരു കർമ്മമാണ്. അതവർക്ക് മാത്രമല്ല ജിഹാദിന് സാധ്യമല്ലാത്ത നമുക്കെല്ലാവർക്കും ആ ജിഹാദിന്റെ പ്രതിഫലം ലഭിക്കാൻ, ആ ജിഹാദിലൂടെ ലഭ്യമാകുന്ന പുണ്യം ലഭിക്കാൻ മബ്റൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യകരമാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഹജ്ജ് എന്ന് പറയുന്നത് നമ്മൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല.
നമ്മുടെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലാത്തവർ പോലും ഉണ്ട്. എനിക്കൊന്ന് ഹജ്ജ് ചെയ്യണമല്ലോ റബ്ബേ, വലിയ പുണ്യം കിട്ടുന്ന ഒരു സംഗതിയാണല്ലോ അല്ലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൻ മാ ബൈനഹുമാ, ഒരു ഉംറക്കിടയിലുമുള്ള ഒരു ഉംറയും അടുത്ത ഉംറയും അതിനിടയിലുള്ള എല്ലാ പാപങ്ങളെയും മായ്ച്ചു കളയുമെന്ന് പഠിപ്പിക്കുന്നു. വൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായ ഹജ്ജ് എന്ന് പറയുന്നത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് ശിർക്കില്ലാതെ ഹജ്ജ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് പറയുമ്പോൾ അത് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള പരിശ്രമം പോലും ഇല്ലാതെ, ചിന്ത പോലും ഇല്ലാതെ നമ്മൾ കടന്നു പോവുക എന്ന് പറയുന്നത് എത്ര കുറ്റകരമായ അനാസ്ഥയാണെന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ പലതും കഴിഞ്ഞു പോയിട്ടുണ്ട്. പലതിനും നമ്മൾ പണം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്, പലതും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ബഹുഭൂരിപക്ഷവും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടി 10, 15, 20 ലക്ഷം ഇപ്പോഴും ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവനും ഹജ്ജിനെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല അല്ലേ? 10, 20 പവൻ, 10, 20, 50 പവൻ വീട്ടിന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല ആളുകൾക്കും ഹജ്ജ് എന്ന് പറയുന്ന കർമ്മത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വെറുതെ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ഉമ്മയുടെ വകുപ്പിൽ, നിങ്ങളുടെ ഉപ്പയുടെ വകുപ്പിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ വകുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരുപാട് സമ്പത്തുക്കളുണ്ട്, സ്വത്തുക്കളുണ്ട്. ആ സ്വത്തുക്കളെ കൊണ്ട് ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കണം. എന്റെ പരലോക ജീവിതം, എന്റെ ഖബറിലെ ജീവിതം അത് സുന്ദരകരമാക്കണം, അവിടെ എനിക്ക് വിജയിക്കണം, അതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലാതെ പോകുന്നു. സങ്കടമുള്ള കാര്യമാണ്. ഇന്നൊക്കെ 5, 6 പവൻ മാറ്റിവെച്ചാൽ സുന്ദരമായിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെയുള്ള സ്ഥലം എന്ന് പറയുന്നത് 1, 2 സെന്റ് സ്ഥലം വിറ്റാൽ തന്നെ ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കുക, ഒരാൾക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെ സാധ്യമാകുന്ന കാര്യമാണ്. പക്ഷേ ആ ഒരു തരത്തിലേക്കുള്ള പല ചിന്തകളും കടന്നു പോകാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഹജ്ജ് എന്ന് പറയുന്നത്, ഹജ്ജ് എന്താണെന്ന് മനസ്സിലാക്കാൻ, ഹജ്ജ് എന്ന് പറയുന്നത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള വിളിയാണ്. ആ വിളിക്ക് ഉത്തരം കൊടുക്കുന്നു നമ്മൾ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അള്ളാഹുവേ നിന്റെ വിളിക്കുതാ ഉത്തരം നൽകി ഞാൻ വരുന്നു. ആഗ്രഹിക്കണ്ടേ പ്രിയമുള്ളവരെ? നമ്മൾ ആഗ്രഹിക്കണ്ടേ? എന്ത് നമുക്ക് ഒരു സമ്പത്തുമില്ല നിങ്ങൾ വിചാരിച്ചോളി, എങ്കിലും നമ്മുടെ മനസ്സിൽ അതിയായ സത്യസന്ധമായ ആഗ്രഹം ഉണ്ടാകണ്ടേ? എന്റെ സത്താവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ എന്ന് ഏതെങ്കിലും നമസ്കാരത്തിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസമല്ല, തുടർച്ചയായി തുടർത്തിക്കൊണ്ടിരിക്കണം. ഒരു സന്ദർഭത്തിലും നമ്മൾ ആ വാചകം മറന്നു പോകാതിരിക്കണം. എപ്പോഴും റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബേ നിന്റെ വിളിക്ക് ഉത്തരം നൽകുക, അള്ളാഹുവിന്റെ അതിഥിയായി പോകുക. എത്ര മഹത്വമുള്ള കാര്യമാണ് അല്ലേ? നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും MP-യുടെ അല്ലെങ്കിൽ യൂസുഫ് അലി നമ്മളെ പ്രത്യേകം ഒന്ന് ക്ഷണിച്ചു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വലിയൊരു അധികാരി നമ്മൾ അതിഥിയായി ക്ഷണിച്ചു. എന്താ ഭയങ്കര കാര്യം, നമുക്ക് ഭയങ്കര സ്വർഗം കിട്ടിയമായിരുന്നു നമുക്കുള്ളത്. എന്നാൽ അള്ളാഹുവിന്റെ അതിഥിയാകണം എന്നുള്ള ആഗ്രഹം പോലും ഇല്ലാതെ നമ്മൾ ജീവിക്കാൻ പാടില്ല. അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓർമ്മയിൽ ഉണ്ടാവുക. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അതിന്റെ കൂടെ പറയുന്നു ആ തൗഹീദിന്റെ പ്രഖ്യാപനം, ലബ്ബൈക ലാ ശരീക ലക്. അതാണ് പ്രഖ്യാപനം. ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ കാര്യമാണ് ശിർക്ക് വരാൻ പാടില്ല. പല ആളുകളും ഹജ്ജിനുള്ള അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി പോലും ചില ആളുകൾ അടുക്കൽ പോയി, ഉസ്താദ് നിങ്ങൾ ഊതി കെട്ടി തന്നാലാണ് സംഗതി ഇത് കാര്യമായിട്ട് ഹജ്ജ് നടക്കുള്ളൂ. അങ്ങനെ ആ തുടക്കം തന്നെ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നതിന് പകരം മറ്റുള്ള ആളുകളുടെ തൃപ്തിയും അവരുടെ ബർക്കത്ത് കൊണ്ടുമൊക്കെ എൻ്റെ യാത്ര ശരിയാകും. ആ രൂപത്തിൽ തുടങ്ങിയാൽ അത് കാര്യമില്ല. ശിർക്ക് ഉണ്ടാവാൻ പാടില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കൽ ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിനോടല്ലാത്ത പ്രാർത്ഥനകൾ ഉണ്ടാകാൻ പാടില്ല. ഹജ്ജിന്റെ കർമ്മം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ എവിടെയെങ്കിലും ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് രക്ഷ ചോദിക്കുന്ന ഒരു പ്രാർത്ഥനയും നമുക്ക് കാണാൻ പറ്റില്ല.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കുവാൻ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ പിശാച് പലവട്ടം ഇബ്രാഹിം നബിയെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഓർമ്മ പുതുക്കുന്നതാണ് ജംറയിലുള്ള കല്ലേർ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇബ്രാഹിം നബിയോടോ ഇസ്മായിൽ നബിയോടോ പിശാചിനോട് രക്ഷ ചോദിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. സഫാ മറവുകൾക്കിടയിലുള്ള നടത്തം ഓർമ്മപ്പെടുത്തുന്നത് ഹാജറ ബീവിയുടെ ആ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ആ ചരിത്രങ്ങളിൽ നിന്നുമല്ല നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളും തൗഹീദിന്റെ വലിയ സന്ദേശങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എവിടെയും ഹാജറ ബീവിയോടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടോ ഇസ്മായിൽ നബിയോടോ പ്രാർത്ഥിക്കുന്ന സഹായം ചോദിക്കുന്ന ഒരു രംഗവും നമുക്ക് കാണാൻ പറ്റില്ല. പൂർണ്ണമായി സമർപ്പണത്തിന്റെ അല്ലാഹുവിൽ മാത്രം ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്നുമാണ്, നീയാണ് പരമാധികാരി എന്നുള്ള പ്രഖ്യാപനവുമാണ് ഹജ്ജിനുള്ളത്. ഇത് നമ്മൾ നിർവഹിക്കണം. ഈ ഒരു പ്രഖ്യാപനം നടത്തുവാനുള്ള തൗഫീഖ്, ഇത് നടത്തുവാൻ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോയ ഒരുപാട് ആളുകളുണ്ട്, അവരുടെ ഹജ്ജിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നാളെ ഉപയോഗപ്പെടുന്ന രൂപത്തിലേക്ക് ആക്കി തരുമാറാകട്ടെ. ഓരോ കർമ്മവും അതിപ്രധാനമാണ്. അതേപോലെ തന്നെ വലിയ വലിയ പുണ്യങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകന്റെ ഒരുപാട് വാചകങ്ങളുണ്ട്. ഹജ്ജിന് പുറപ്പെടുന്നത് മുതൽ പ്രവാചകൻ പറയുന്നു, ഫഇന്നക ഇദാ ഖറജ്ത മിൻ ബൈതിക തഉമ്മുൽ ബൈത്തുൽ ഹറം, നിന്റെ വീട്ടിൽ നിന്നും ബൈത്തുൽ ഹറമിലേക്ക് നീ പുറപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ لا تضع ناقتك خفا ولا ترفعه إلا كتب الله لك به حسنة ومحى عنك خطيئة. നിന്റെ ഒട്ടകം സഞ്ചരിക്കുന്ന ഓരോ കാലടികളും ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും ഓരോ നന്മകൾ രേഖപ്പെടുത്തി വെക്കുന്നു, ഓരോ തിന്മകൾ മയക്കപ്പെടുന്നു. ഹജ്ജിന് പോകുന്ന ആളുകൾ മനസ്സിലാക്കി വെച്ചോളി, നമ്മുടെ ഓരോ കാലടികൾക്കും ഓരോ കാൽപാദത്തിലും നമ്മുടെ നെയ്യത്ത് നല്ലതാണെങ്കിൽ അത് പൂർണ്ണമായും ഹജ്ജ് മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിനെ കാണലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം കൊടുത്തുകൊണ്ട് പരിശുദ്ധ കഅബയിൽ ചെല്ലലും അവിടെയുള്ള കർമ്മങ്ങൾ നിർവഹിക്കലും ആരെയും പ്രയാസപ്പെടുത്താതെ ആരെയും വിഷമിപ്പിക്കാതെ ആരോടും തർക്കങ്ങൾ ഉണ്ടാക്കാതെ ആരോടും ഒരു വിദ്വേഷവുമില്ലാതെ അവിടെ പോയി നിർവഹിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നത്. തവാഫ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് എന്താ പറയുക, നിങ്ങൾ ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ് ആ 2 റക്അത്ത് നമസ്കാരം. സഫാ മർവക്കടയിലുള്ള നടത്തത്തെ കുറിച്ച് സഅയിനെ കുറിച്ച് പറയുന്നുണ്ട്, 70 അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കണം. നമ്മൾ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോകും, അതിങ്ങനെ വൃദ്ധങ്ങട് അതിലൂടെ ഇങ്ങനെ നടക്കുക, നമ്മുടെ കാര്യങ്ങൾ പറയുക, അതോടൊപ്പം അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന ആ അമൂല്യമായ പ്രതിഫലങ്ങളെ നിലക്കാതെ നമ്മൾ തുടർച്ചയായി ചോദിച്ചു കൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണല്ലോ അറഫാ സംഗമം എന്ന് പറയുന്നത്. അറഫാ സംഗമം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്, ആരെങ്കിലും അറഫയിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക, അമ്മാ വഖൂഫുക ആശിയത അറഫ ഫഇന്ന അല്ലാഹ യഹ്ബിതു ഇല അസ്സമാഇ ദുനിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാം ആകാശത്തേക്ക് അവൻ ഇറങ്ങി വരും. എന്നിട്ട് പറയുമെന്നാണ് മലക്കുകളോട് പറയും, ഫയുബാഹി ബികുമുൽ മലായിക യഖൂൽ ഇബാദി ജാഊനി ശുഅസൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖിൻ യർജൂന റഹ്മതി. അല്ലാഹു അഭിമാനം കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹു പറയും, എൻ്റെ അടിമകൾ ഇതാ പല നാടുകളിൽ നിന്നും പല പ്രദേശങ്ങളിൽ നിന്നും എല്ലാ ഊടുവഴികളിലൂടെയും അവർ ജട പിടിച്ച മുടിയുമായി കൊണ്ടവർ കടന്നു വന്നിരിക്കുന്നു. ക്ഷീണമുണ്ട്, യാത്രയുടെ ക്ഷീണമുണ്ട്, പല പ്രയാസങ്ങളുമുണ്ട്. ആ രൂപത്തിൽ ഇതാ അവർ എൻ്റെ കാരുണ്യം കാംക്ഷിച്ചു കൊണ്ട് വന്നിരിക്കുന്നു, നിങ്ങൾ നോക്കൂ എന്ന് മലക്കുകളോട് പറഞ്ഞുകൊണ്ട് അറഫയിൽ കൂടി നിൽക്കുന്ന, അറഫയിൽ സന്നിഹിതരായിരിക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് മലക്കുകളോട് പറഞ്ഞ് അഭിമാനം കൊള്ളുമെന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ആ സമയം പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ ഒരു മണൽത്തരിയോളമാണ് ഉള്ളത് എങ്കിലും
അതേപോലെ ഒരു മഴത്തുള്ളി കണക്കയോ കടലിലെ ഒരു നുരയോളമോ നിങ്ങൾക്ക് തെറ്റുകൾ ഉണ്ട് എങ്കിലും നിങ്ങളുടെ പാപങ്ങൾ ഉണ്ട് എങ്കിലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. ആ സംഗമമാണ് അറഫയിൽ നടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കണ്ടേ പ്രിയമുള്ളവരെ? അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണ്ടേ? നമ്മുടെ സമ്പത്ത് അതിനൊരു ഭാഗമായി നമ്മൾ മാറ്റിവെക്കണ്ടേ? അല്ലേ? വാപ്പാന്റെ സ്വത്ത് കിട്ടുമ്പോ, ഉമ്മാന്റെ സ്വത്ത് കിട്ടുമ്പോ പലതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അല്ലേ? പലതും തുടങ്ങണം, പലതും കൈകാര്യം ചെയ്യണം, പല വിഷയങ്ങളിലേക്കും പല ബിസിനസ്സിലേക്കും നമ്മൾ ഇറക്കണം. പക്ഷേ അതിപ്രധാനമായി ഗൗരവത്തോടു കൂടി നമ്മൾ ഒന്നാമതായി പ്ലാൻ ചെയ്യേണ്ടത്, നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് രൂപകൾ, ലക്ഷക്കണക്കിന് രൂപകൾ നമ്മുടെ കൈകളിലൂടെ മറക്കപ്പെടുമ്പോ ഈ പണത്തിൽ ഒരു ഭാഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകാൻ, ഈ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള ആത്മാർത്ഥമായ സത്യസന്ധമായ ആഗ്രഹം ഉണ്ടാകണമെന്ന് സ്നേഹത്തോടുകൂടി എൻ്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നു. ജംറത്തുള്ള കല്ലേറിനെ പറ്റി പറയുന്നുണ്ട്. അതിലോരോന്നും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ കാര്യവും തവാഫുൽ വിദാഇനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അമ്മ തവാഫുക ബിൽ ബൈതി ബഅദ ദാലിക് ഫഇന്നക തതൂഫു വലാ ദംബ ലക്. സത്യസന്ധമായി നമ്മൾ ഇഖ്ലാസോടുകൂടി നമ്മൾ ഹജ്ജ് കർമ്മമെല്ലാം നിർവഹിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പുള്ള ആ വദാഇന്റെ തവാഫ് കൂടി നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഒരു പാപവുമില്ലാത്ത, ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന കുട്ടിയെപ്പോലെ ഒരു പാപവുമില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ വരുന്നത്. എല്ലാം അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മലക്ക് വന്നുകൊണ്ട് അവന്റെ ചുമലുകളിൽ കൈവച്ചുകൊണ്ട് പറയുമെന്നാണ്, നീ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, തെറ്റുകൾ വരാതിരിക്കുക നീ, അതേപോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നീ. കാരണം കഴിഞ്ഞുപോയ നിന്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ശിർക്ക് വരാതെ കൃത്യമായി ഇഖ്ലാസോടുകൂടി നിർവഹിച്ചാൽ അള്ളാഹു പുറത്തുനിന്നിട്ടുണ്ട്. ഇനി നീ ചെയ്യേണ്ടത്, ഇനി നിന്റെ ബാക്കിയുള്ള ആയുസ് ഉണ്ടല്ലോ, ആ ആയുസിനെ സത്യസന്ധമായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം പല ആളുകളും അതിങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കൊല്ലാക്ക, ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലാക്ക, ഈ പ്രാവശ്യം കൂടെ റെഡി ആയിട്ടില്ല. ഈ സമയത്തും ഈ സന്ദർഭത്തിലും പറയുന്നത്, നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകുന്നുണ്ട്. അല്ലാഹു പ്രയാസങ്ങളൊന്നുമില്ലാതെ അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സന്ദർഭത്തിൽ നമ്മൾ അവരെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്കുള്ള ഒരു ഒരുക്കം മാനസികമായി നമ്മൾ ഓരോരുത്തരും എടുക്കുവാനും വേണ്ടി പരിശ്രമിക്കുക. ആ പരിശ്രമത്തിൻ്റെ സമയത്ത് സത്യത്തിൽ ശൈത്താൻ വന്നുകൊണ്ട് അതിനെ മുടക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞുതരും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കും. എൻ്റെ ബിസിനസ്സൊന്നും ഇപ്പോൾ എവിടെ എത്തിയിട്ടില്ലല്ലോ, നിൻ്റെ വീട് അങ്ങനെയല്ല ഉള്ളത്, നിൻ്റെ മക്കളൊക്കെ അങ്ങനെയല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ തന്നെ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലതും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനെ മറികടന്നുകൊണ്ട് അതിനെ പൂർത്തീകരിക്കുവാനും വേണ്ടിയുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇബ്നു അബ്ബാസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ആരെങ്കിലും ഹജ്ജ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ കാത്തു വെക്കാൻ പാടില്ല. അത് പിന്നീട് ഇങ്ങനെ ആ ചിന്തകൾ ഇങ്ങനെ പോയാൽ, ചില ആളുകൾ നിങ്ങൾ ചോദിച്ചു നോക്കും, ഞാനിത് കുറേ കാലം ഞാൻ ആഗ്രഹിക്കുന്നു, ഇപ്പോഴാണ് അങ്ങോട്ട് ശരിയായെന്ന് പറയും. ആ ആഗ്രഹത്തെ സത്യസന്ധമായ ആഗ്രഹമായി നമ്മൾ അത് നിർവഹിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴൊക്കെ നമുക്ക് 4-5 പവൻ വിറ്റാൽ അല്ലെങ്കിൽ കൊടുത്താൽ നമുക്കൊക്കെ ചെയ്യാവുന്നതാണ്, പല ആളുകൾക്കും ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റുന്നതാണ്.
60, 70, 100 പവനൊക്കെ അലമാരിയിൽ കൂട്ടിവെച്ച മനുഷ്യന്മാരുണ്ട് ഹജ്ജ് ചെയ്യാതെ, ഉംറ നിർവഹിക്കാതെ. അങ്ങനെ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് അവർ നിസ്കരിക്കുന്നുണ്ട്, അവർ നോമ്പ് നോൽക്കുന്നുണ്ട്, പക്ഷെ ഹജ്ജ് എന്ന് പറയുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ല. മാത്രമല്ല ഓരോ വർഷം കഴിയുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. അലി റളിയല്ലാഹു തആല പറഞ്ഞൊരു വാചകമുണ്ട്, മൻ മലക സാദൻ വറാഹിലതൻ തുബല്ലിഗുഹു ഇലാ ബൈത്തില്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകാനുള്ള സമ്പാദ്യം അവൻ്റെ അടുക്കലുണ്ട്, അത് വാപ്പാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അനന്തര സ്വത്തായിക്കോട്ടെ, ഇമ്മാൻ്റെ അനന്തര സ്വത്തായിക്കോട്ടെ, വാപ്പ കല്യാണം കഴിച്ചയക്കുമ്പോൾ തന്ന സ്വർണ്ണമായിക്കൊള്ളട്ടെ, അതെല്ലാം ഉപയോഗപ്പെടുത്തി അവന് പോകാൻ സാധ്യമാകുന്നൊരവസ്ഥയുണ്ട് എങ്കിൽ വലം യഹുജ്ജു ഫലാ അലൈഹി അൻ യമൂത യഹൂദിയ്യം നസ്റാനിയ്യം, അവൻ എന്നിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാൽ അവൻ ജൂതന്റെയോ ക്രിസ്ത്യാനിയുടെയോ മരണമല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് പറയുന്നൊരു വാചകമുണ്ട്. അത് നേർക്ക് നേരെയുള്ള അർത്ഥമല്ല കേട്ടോ നമ്മൾ വെക്കേണ്ടത്. ഒരാൾ അങ്ങനെ മരിച്ചുപോയി അവൻ ജൂതനാണെന്ന് പറയാനല്ല, അത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്, ചെറിയൊരു സംഗതിയല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വാചകത്തിലൂടെ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത്. ലാ തഖൂമു സ്സഅ ഹത്താ ലാ യുഹജ്ജൽ ബൈത, കഅബയിലേക്ക് ഹജ്ജ് ചെയ്യപ്പെടാത്ത അവസ്ഥയിലല്ലാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് വായിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ഒന്നുകൂടി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവേ, ഇപ്രാവശ്യം ഹജ്ജ് കർമ്മത്തിന് പോകുന്ന മുഴുവൻ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവരുടെ കുടുംബത്തിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. യാതൊരു പ്രയാസങ്ങളുമില്ലാതെ പല പ്രതിസന്ധികളും ആകാശത്തിങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ട് ആ കർമ്മം അത് സുഖകരമായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. യമനിലും സിറിയയിലും ഫലസ്തീനിലും ഗസയിലും അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട്. നാഥാ, അവർക്കെല്ലാം വിശ്വാസികളായവർക്കെല്ലാവർക്കും നീ സംരക്ഷണവും നിർഭയത്വവും കൊടുക്കണം റഹ്മാനെ. അതേപോലെ അതിക്രമകാരികളായ ഭരണാധികാരികൾ മറ്റു പല രാജ്യങ്ങളുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് അതിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാഥാ, അവിടെയും നീതിയുടെ പക്ഷത്തിന് നീ വിജയം കൊടുക്കണം റഹ്മാനെ. കുതന്ത്രങ്ങളുമായി കൊണ്ട് നടക്കുന്നവർക്ക് നീ പരാജയം കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കുടുംബാദികൾ എല്ലാവരെയും തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവർ വിദേശങ്ങളിലുണ്ട്. അവരുടെ ബിസിനസ്സുകൾ നടത്തുന്ന പല ആളുകളും വല്ലാതെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. നാദാം, അവർക്കെല്ലാം നീ രക്ഷയും സമാധാനവും കൊടുക്കണം റഹ്മാനെ. അവർക്ക് അവരുടെ കച്ചവടങ്ങളിൽ, അവരുടെ ബിസിനസ്സുകളിൽ, ഹലാലായ ബിസിനസ്സുകൾ നീ വിജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം റഹ്മാനെ. اللهم اعف المؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.